കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കൃഷ്ണഗാഥ മാംഗല്യം മഹാസംഘം എപ്പിസോഡുകളാണ് നടക്കുന്നത്. ഈ തിങ്കളാഴ്ച മുതൽ ഈ ഒരാഴ്ച ഫുള്ളും കൃഷ്ണഗാഥയുടെ മാംഗല്യത്തിൻ്റെ മഹാസംഗമമായിരിക്കും. അപ്പം ഞാൻ മെയിനായിട്ട് കൃഷ്ണഗാഥയുടെ സ്റ്റോറിയാണ് കേട്ടോ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ കൃഷ്ണയെ തേടി കൃഷ്ണ താമസിക്കുന്ന നാട്ടിലേക്ക് കുറച്ച് ദൂരെയുള്ള നാഗക്ഷേത്രത്തിലെ അവിടുത്തെ പ്രസിഡൻറ്റും മറ്റ് കമ്മിറ്റി അംഗങ്ങളും 2-3 പേരും കൂടി ചേർന്ന് കൃഷ്ണയെ അന്വേഷിച്ച് അവിടേക്ക് വരുവാണ്. അങ്ങനെ അവിടുത്തെ ഒരു ഓട്ടോക്കാരനോട് കൃഷ്ണയെക്കുറിച്ച് ചോദിക്കുവാണ് കേട്ടോ. ഇവിടെ സർപ്പക്കാവിലും മറ്റു കളമൊക്കെ വരക്കാൻ അറിയുന്ന കൃഷ്ണ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്നറിയോ? കൃഷ്ണയാണോ? കൃഷ്ണയാണെങ്കിൽ കുറച്ച് മുമ്പ് മോളിക്കുട്ടിയുടെ ഒപ്പം പോകുന്ന കണ്ടു. അവൾ ഏതു നേരവും മോളിക്കുട്ടിയുടെ ഒപ്പം ഉണ്ടാവണ്. അല്ല, ഈ മോളിക്കുട്ടി ആരാ? ആദ്യയുടെ ഓട്ടോ ഓടിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കൃഷ്ണയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ഈ മോളിക്കുട്ടി. രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചുണ്ടാവും. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കോട്ടോ മോളിക്കുട്ടിയുടെ ഓട്ടോ വരുന്നത്. മോളിക്കുട്ടിയുടെ ഓട്ടോയിലാണ് വരുന്നത്. അവളോട് ചോദിച്ചറിയാൻ പറ്റും കൃഷ്ണ എവിടെ ഉണ്ടെന്ന്. ഈ സമയം മോളിക്കുട്ടിയുടെ ഓട്ടോയിൽ കൃഷ്ണ ഉണ്ടാകും കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുവാം. അന്നേരം ആ ചേട്ടൻ പറയണേ, ആ കൃഷ്ണമോളെ കാണാൻ വേണ്ടി ദൂരെ നിന്ന് വന്നവരായി ഇവരെല്ലാവരും. അങ്ങനെ അവർ നേരെ കൃഷ്ണയുടെ അടുക്കിലേക്ക് ചെല്ലുവാം. എന്തിനാ എന്നെ അന്വേഷിച്ചു വന്നത്? അന്നേരം അവിടുത്തെ ആ കമ്മിറ്റി പ്രസിഡൻറ്റ് പറയണേ, അതെ, ഞങ്ങൾ കുറച്ച് ദൂരെയുള്ള ക്ഷേത്രത്തിൽ നിന്ന് വരുവാണ്. ഇതിനു മുമ്പത്തെ വർഷങ്ങളിലേക്ക് അവിടെ സർപ്പക്കളം വളച്ചിരുന്നത് കുട്ടിയായിരുന്നല്ലോ. ഇത്തവണയും 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പ്രത്യേകതരം പൂജകൾ നടത്തുന്നുണ്ട്. ദാമ്പത്യ പൂജ അടക്കം വിശേഷാൽ പല പൂജകളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ പൂജകളിലെല്ലാം കളം വരക്കാനായിട്ട് കുട്ടി തന്നെ വേണം. അതിനെ പ്രശ്നവിധിയിൽ തെളിഞ്ഞത് കുട്ടിയുടെ മുഖമാണ്. അതുകൊണ്ട് കൃഷ്ണ അമ്പലത്തിലേക്ക് വരണം, സർപ്പക്കളം വരക്കണം. അന്നേരം കൃഷ്ണ പറയണേ, അയ്യോ, ഇത്തവണ എനിക്കതിന് പറ്റില്ല. നിങ്ങൾ മറ്റാരെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. അയ്യോ, അങ്ങനെ പറയില്ലേ കുട്ടി. കുട്ടി തന്നെ വരക്കണം എന്നാ പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അയ്യോ, ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? അമ്മയൊന്നും എന്നെ വിടില്ലാന്നേ, അതുകൊണ്ടല്ലേ. ഈ സമയം മോൾക്കുട്ടി പറയുന്നുണ്ട്, ഭഗവാന്റെ കാര്യമല്ലേ, നീ അങ്ങ് ചെല്ലാന്ന് സമ്മതിക്ക്. നമുക്ക് അച്ഛനെയും അമ്മയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്നേ. അല്ല മോൾക്കുട്ടി, എന്നാലും ഞാനെങ്ങനെ അവിടെ പോവും? നിന്നെ ഞാൻ കൊണ്ടുവന്നാക്കില്ലേ? നീ വരുമോ എൻ്റെ കൂടെ? പിന്നെ വരാതെ, നിൻ്റെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ ആരുടെ കൂടെ വരാനാ? അങ്ങനെ കൃഷ്ണ വരാമെന്ന് പറഞ്ഞ് സമ്മതിക്കുവാണ്. ഞാനേ അച്ഛനോടും അമ്മയോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ, അവരോടും കൂടി അനുവാദം വാങ്ങിയിട്ട് വരാം. എന്നാൽ ശരി മോളെ, സന്തോഷമായി എന്നും പറഞ്ഞ് അവരവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ഗോകുലിൻ്റെ അമ്മ ഗോകുലിനോട് അർച്ചനേനെയും കൂട്ടിയിട്ട് കാടിനുള്ളിലൊരു ക്ഷേത്രത്തിൽ ദാമ്പത്യ പൂജ നടത്താനായിട്ട് പോകാൻ പറയുവാണ്. ഈ പൂജ നടത്തി കഴിയുന്നതോടെ സമൃദ്ധ എല്ലാ അർത്ഥത്തിലും നിൻ്റെ ഭാര്യയായിരിക്കും. നിങ്ങളൊന്നിച്ചുള്ളൊരു ജീവിതം തുടങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അന്നേരം ഗോകുൽ പറയുന്നുണ്ട്, അല്ല, സമൃദ്ധ ഈ കാര്യത്തിന് സമ്മതിക്കണ്ടേ? എന്ന് സമ്മതിച്ചാൽ അവൾക്ക് പൂജയിലും പറ്റുമൊക്കെ നല്ല വിശ്വാസമല്ലേ? അവളോട് ഈ കാര്യം ഞാൻ അവതരിപ്പിക്കാം. അങ്ങനെ പറഞ്ഞ് അർച്ചനേനെ വിളിച്ച് കാടിനുള്ളിലെ ക്ഷേത്രത്തിൽ ദാമ്പത്യ പൂജ നടത്താൻ പോകുന്നതിനെക്കുറിച്ച് പറയുവാണ്. അന്നേരം അർച്ചന പറയുന്നുണ്ട്, അല്ല, അമ്മ എന്താണെങ്കിലും ആഗ്രഹിച്ചതല്ലേ, നേർന്നും പോയതല്ലേ. ശരി, നാളെ തന്നെ റെഡിയാകാം, നമുക്ക് ഒരുമിച്ച് പോകാം. അന്നേരം അവർ പറയുന്നുണ്ട്, അയ്യോ, അതിന് ഞാൻ വരുന്നില്ല, നിങ്ങൾ രണ്ടാളും കൂടി പോയാൽ മതി. അർച്ചനക്കാണെങ്കിൽ അതിന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും എതിർക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അർച്ചന സമ്മതം പറയുവാണ് കേട്ടോ. അർച്ചന സമ്മതിക്കുമ്പോഴേക്കും ഗോകുലിന് സന്തോഷമാകുവാണ്. പിന്നീട് സച്ചി ആരതിയും കൂടി അമ്പലത്തിൻ്റെ അവിടെ വെച്ച് സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അന്നേരം ആരതി പറയുന്നുണ്ട്, സച്ചി എന്തിനാ വെറുതെ ഗോകുൽ സാറിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഗോകുൽ സാറും ഭാര്യ സമൃദ്ധയും കൂടി സന്തോഷത്തിൽ ജീവിക്കുമല്ലേ? അതിൻ്റെ ഇടയിൽ സച്ചി അർച്ചനയുടെ കാര്യം പറഞ്ഞു ചെല്ലുന്നത് മോശമല്ലേ? അന്നേരം സച്ചി പൊട്ടിത്തെറിക്കുക, ഞാനെന്താ കള്ളൊന്നുമല്ലല്ലോ പറഞ്ഞത്. എൻ്റെ ഭാര്യ എങ്ങനെയാണ് അയാളുടെ ഒപ്പം വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവൾക്ക് എന്നെ ഓർമ്മയില്ല. അർച്ചനക്ക് ഓർമ്മയുടെ ഒരു കണക്കെങ്കിലും ഉണ്ടായെങ്കിൽ എന്നെ കാണുമ്പോൾ അവളെല്ലാം വിട്ടെറിഞ്ഞ് എൻ്റെ അരികിലേക്ക് ഓടിയെത്തേനെ. ഓർമ്മയില്ലാത്തവളെ അവർ ചൂഷണം ചെയ്യുവാണ്. ഇപ്പോഴും ഇതൊക്കെ ഞാൻ കള്ളം പറയുവാണെന്നാണോ ആരതി വക്കീൽ വിചാരിക്കുന്നത്? എന്നാലേ അതിന് തെളിവുണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനെ പറഞ്ഞ് സച്ചിയുടെ ഫോണിലുള്ള അർച്ചനയും കുഞ്ഞുമൊത്തുള്ള ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. അത് കാണുമ്പോൾ ആരതിയും ഞെട്ടിപ്പോകുവാണ്. അങ്ങനെ ആരതിക്കും സച്ചി പറയുന്നതല്ല സത്യമാണെന്ന് മനസ്സിലാകുക. ഇപ്പോൾ ബോധ്യമായില്ലേ കാര്യങ്ങളൊക്കെ? എൻ്റെ ഭാര്യയും മോളുമാണ് അവിടെ ഉള്ളത്. എനിക്കവരെ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം. പിന്നീട് കാണിക്കുന്നത് നവീനും ഗാഥയും കൂടി സംസാരിച്ച് നിൽക്കുന്നതാണ്. അന്നേരം ഗാഥ നവീനോട് പിണങ്ങിയിട്ട് വരണേ, അല്ലെങ്കിൽ നവീൻ ഇപ്പോൾ പണ്ടത്തെ പോലെ എന്നോട് സ്നേഹമൊന്നുമില്ല. താൻ എന്താണോ ഗാഥ ഇങ്ങനെ പറയുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി താൻ മാത്രമല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നവീൻ ഒരു കാര്യം ചെയ്ത് അവിടെ നിൽക്കുന്ന ആ പൂവുണ്ടല്ലോ, അത് പറിച്ചുകൊണ്ട് വന്ന് എൻ്റെ തലയിൽ ചൂടുത്താം. ഇതെന്താ പ്രണയത്തിൻ്റെ പരീക്ഷണോ? എൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള പരീക്ഷണമൊക്കെ ഉണ്ടാവും. എന്താ ചെയ്യാൻ പറ്റില്ലേ? എൻ്റെ പ്രിയതം ഒരാവശ്യം പറഞ്ഞതല്ലേ, ചെയ്തേക്കാം. അങ്ങനെ പറഞ്ഞ നവീൻ അവിടെ ഗാഥ പറഞ്ഞ പൂവുണ്ടല്ലോ അത് പറിക്കാനായിട്ട് പോകുവാണ്. ഈ സമയം ഗാഥ അത് നോക്കി നിൽക്കുമ്പോഴായിരിക്കും ഒരു പാമ്പ് ഗാഥയുടെ നേരെ വരുന്നത് കാണുന്നത്. അത് കാണുന്നതും അയ്യോ പാമ്പ് എന്നും വിളിച്ച് ഗാഥ അവിടെ നിന്നും ഓടുവാണ് കേട്ടോ. ഈ സമയം നവീനാണെങ്കിൽ ഗാഥ പറഞ്ഞ ഒരു പൂ അവിടെ നിന്നും പറിക്കുവാണ്. ഇതേ സമയം കൃഷ്ണയും ഗാഥ ഇട്ടിരുന്ന അതേ സാരിയിൽ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണയെ കാണുന്നതും നവീൻ വിചാരിക്കുക,
ഗാഥ ഈ സൈഡിൽ നിന്നത് ഇപ്പോൾ ഇതെങ്ങനെ ഇവിടെ എത്തി? ആ എന്താണെങ്കിലും ഇതിപ്പോൾ തന്നെ ഗാഥയുടെ തലയെ കൊണ്ടുവെക്കണം. അങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണയുടെ നേരെ നവീൻ അടുത്തേക്ക് നടന്നു വരുവാണ്. അങ്ങനെ നവീനെ കാണുമ്പോൾ കൃഷ്ണയെ സർപ്രൈസ് ആകുക. നവീൻ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് കൃഷ്ണയെ പിടിച്ച് മുമ്പിൽ നിർത്തുക. ഈ സമയം കൃഷ്ണക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ നവീൻ തന്നെ കൃഷ്ണയുടെ മുടിയിൽ ആ ഒരു പൂ വെച്ച് കൊടുക്കുവാണ്. ഇപ്പം മനസ്സിലായില്ലേ എനിക്ക് തന്നോടുള്ള പ്രണയം എത്രത്തോളം ഉണ്ടെന്ന്? അന്നേരം നവീൻ്റെ വാക്കുകളിലും സ്നേഹത്തിലും ഒക്കെ മതിമറന്ന സന്തോഷത്തോടെ നവീനെ തന്നെ നോക്കി നിൽക്കുവാണ് കേട്ടോ കൃഷ്ണ. ഈ സമയം പാമ്പൊക്കെ പോയതിൻ്റെ ആശ്വാസത്തിൽ ഗാഥ തിരിച്ച് നവീൻ്റെ കാറിനരികിൽ തന്നെ വന്ന് നിൽക്കുക. അന്നേരം ഒരിക്കും നവീൻ കൃഷ്ണയുടെ തലയിൽ ആ പൂ ചൂടി നിൽക്കുന്നതും അവർ രണ്ടുപേരും കൂടി റൊമാൻറ്റിക്കായിട്ട് പരസ്പരം നോക്കി നിൽക്കുന്നതും ഒക്കെ കാണുന്നത്. അത് കാണുന്നതും നിയന്ത്രണം നഷ്ടപ്പെട്ട ഗാഥ നവീൻ എന്നും പറഞ്ഞ് അലറി വിളിച്ച് നവീൻ്റെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അങ്ങനെ രണ്ട് കാതനും കൺമുമ്പിക്കണ്ട് വിശ്വസിക്കാനാവാതെ കിളിപോയ മട്ടി നിൽക്കുവാണ് നവീൻ. നവീൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? നവീന് ഏത് നേരം ഇവളുടെ പിന്നാലെ നടന്നാൽ മതിയോ? എടി നീ വീണ്ടും എൻ്റെ നവീൻ്റെ ഇടയിലേക്ക് കയറി വന്നു അല്ലേ? ഞങ്ങളുടെ പിന്നാലെ തന്നെ നീ ഉണ്ടല്ലേ? എനിക്കൊരു കാര്യം ഇപ്പോൾ അറിയണം. നവീന് എന്നെയാണോ വേണ്ടത് അതോ ഇവളെയാണോ? ഗത താൻ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കിവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. താൻ ഇതാരാ? അപ്പോൾ ഞാൻ ഗാഥയാണെന്ന് കരുതിയത്? വേണ്ട നവീൻ നീ ഒന്നും പറയണ്ട. കുറേ നാളായി ഞാനിതെല്ലാം സഹിക്കുന്നു. എന്ത് കാണാൻ നിൽക്കുവാടി നീ ഇനിയും? എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു തടസ്സമായി വരരുതെന്ന് നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ? ആ വാക്കൊന്നും നിനക്ക് പാലിക്കാൻ പറ്റുന്നില്ല അല്ലേ? കടന്നു പോടി എൻ്റെ മുമ്പിൽ നിന്ന് എന്നും പറഞ്ഞ് കൃഷ്ണയെ ആട്ടിപ്പായിക്കുവാണ്. അങ്ങനെ കൃഷ്ണ അവിടെ നിന്നും പോകുന്നുണ്ട്. ഈ സമയം ഗാഥ നവീനോട് പൊട്ടിത്തെറിക്കണേ. നവീൻ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൾ ഞങ്ങൾ രണ്ടുപേരെയും വെച്ചുകൊണ്ടിരിക്കുകയെന്ന് നവീൻ വിചാരിക്കണ്ട എന്നും പറഞ്ഞ് നവീനോട് വഴക്കിട്ട് ഗാഥയും അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം പെട്ടെന്ന് തന്നെ ഗാഥ സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ നവീനെ ഞാൻ വിട്ടു തരലടി, നവീൻ എൻ്റെയാ, എൻ്റേത് മാത്രമോ എന്നൊക്കെ ഇങ്ങനെ പിച്ചും പോയി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ഗാഥയുടെ റൂമിൽ നിന്ന് ബഹളമൊക്കെ കേട്ട് സിത്താരയും സിനിയും അങ്ങോട്ടേക്ക് ഓടി വരുക. മോളെ ഗാഥ എന്താ നിനക്ക് പറ്റിയത്? മമ്മി ആ കൃഷ്ണ അവളെല്ലാം നവീൻ എന്നിൽ നിന്ന് തട്ടിയെടുക്കും. അവൾ ഞങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. മോളെ എന്തൊക്കെയാണ് പറയുന്നത്? കൃഷ്ണ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. മമ്മിക്ക് അങ്ങനെയൊക്കെ പറയാം. മമ്മിയുടെ പ്രിയപ്പെട്ടവളാണല്ലോ അവള്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മമ്മിക്ക് എന്നേക്കാളും ഇഷ്ടം അവളെയാണെന്ന്. മോളെ ഗാഥ നീ എന്തൊക്കെയാണ് പറയുന്നത്? നീയും കൃഷ്ണയും ഒരിക്കലും എനിക്ക് ഒരുപോലെയല്ല. എന്താണെങ്കിലും നിന്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉടനടി പരിഹാരം കാണണം. അതിന് ഞാനൊരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. കാടിനകത്തെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ ഒരു നാഗപൂജ നടക്കുന്നുണ്ട്. നമ്മളവിടെ പോകുന്നു. നവീനൊത്ത് തന്നെ നീ ആ പൂജയിൽ പങ്കെടുക്കണം. അവിടെ നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി വിശേഷാൽ ദാമ്പത്യ പൂജ നടക്കുന്നുണ്ട്. ആ പൂജ കഴിയുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. നിങ്ങൾ രണ്ടാളും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കും. ഈ സമയം കഥ പറയണേ. ഈ പൂജ മന്ത്രമൊക്കെ കൊണ്ട് എന്തെങ്കിലും നടക്കുമോ മമ്മി? എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാനും നവീനും കൂടി എവിടേക്കെങ്കിലും ഒരുമിച്ച് പോയാൽ പട്ടി മണത്ത് പിടിച്ച് വരുന്നത് പോലെ കൃഷ്ണ അവിടെ എത്തും. അവൾ ഈ പൂജയെങ്കിലും എന്നെ കൊണ്ട് മര്യാദയ്ക്ക് ചെയ്യിപ്പിക്കുമോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? കൃഷ്ണ എങ്ങനെ ഈ കാര്യം അറിയാനാണ്? ഒരു കാരണവശാലും നിങ്ങൾക്കിടയിലേക്ക് കൃഷ്ണ ഒരിക്കലും വരാൻ പോകുന്നില്ല. ഈ അമ്പലത്തിലെ പൂജയുടെ കാര്യങ്ങൾ ഒരിക്കലും കൃഷ്ണക്കറിയാനുള്ള ഒരു സാധ്യത പോലുമില്ല. അതുകൊണ്ട് ആ കാര്യത്ത് മോൾ ടെൻഷൻ ആവണ്ട. നാളെ യാത്രയ്ക്ക് വേണ്ടി റെഡിയായിക്കോ. ഈ 5 ദിവസത്തെ പൂജ കഴിയുമ്പോഴേക്കും മോളും നവീനും കൂടി ഒരു പുതിയ ജീവിതം തുടങ്ങാം. നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. അങ്ങനെ അവരെ യാത്രയ്ക്ക് തയ്യാറാകുവാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ അരികിലേക്ക് മൂർത്തി വരുക. എന്നിട്ട് പറയണേ, അതെ അവന്തിക മാഡം അവിടെ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടി വെച്ചിരുന്ന പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതാ സിത്താര വാങ്ങി. വാങ്ങിയെന്നോ? നമ്മൾക്ക് ആ പ്രോപ്പർട്ടിയിലുള്ള ഇൻട്രസ്റ്റ് ഞാൻ അറിയിച്ചതാണല്ലോ. അത് വിൽക്കുന്ന സമയമാകുമ്പോൾ എന്നെ അറിയിക്കണമെന്നും പറഞ്ഞതാ. എന്നിട്ടും അയാൾ എന്താ പറയാഞ്ഞതും? അത് പിന്നെ നമ്മളെക്കാൾ കൂടുതൽ പൈസ മുടക്കി ആ സിത്താര അത് വാങ്ങിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്താണെങ്കിലും ഞാൻ വേറെ പ്രോപ്പർട്ടി നോക്കട്ടെ. എന്തിന്? ഞാൻ ആഗ്രഹിച്ച പ്രോപ്പർട്ടി തന്നെ ഞാൻ എൻ്റെ പ്രൊജക്റ്റ് തുടങ്ങുകയുള്ളൂ. മൂർത്തി താൻ നോക്കിക്കോ, ഈ പറയുന്ന സിത്താരയുണ്ടല്ലോ, ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ എൻ്റെ കൈക്കുള്ളിലാക്കും. അവളെ ഞാൻ എൻ്റെ മിത്രമാക്കും. എന്നിട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചെടുത്തിരിക്കും. ഇപ്പം തന്നെ ആ സിത്താരയെ ഞാൻ വിളിക്കാൻ പോകുക. അങ്ങനെ പറഞ്ഞ് സിത്താരയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് അവന്തിക. ഈ സമയം സിത്താര അവന്തികയുടെ നമ്പറൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യണേ. അവന്തിക പറയൂ. അന്നേരം അവന്തിക ഒന്ന് ഷോക്കാകണേ. അല്ല, എൻ്റെ നമ്പറൊക്കെ സിത്താര സേവ് ചെയ്തിട്ടുണ്ടോ? പിന്നല്ലാതെ ബിസിനസ്സിലെ ശത്രുക്കളുടെ നമ്പർ നമ്മൾ സേവ് ചെയ്യണമല്ലോ. അയ്യോ സിത്താരക്ക് തെറ്റി. ഞാനൊരിക്കലും ഒരു ശത്രു എന്ന നിലയിലല്ല സിത്താര എന്നിപ്പോൾ വിളിച്ചത്. നമുക്കിടയിൽ എന്തിനാ ശത്രുതയൊക്കെ? ഞാൻ സിത്താരയുടെ ഒരു നല്ല ഫ്രണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമുക്കൊന്ന് നേരിക്കണ്ട് സംസാരിക്കണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ വിളിച്ചത്. സിത്താരയോട് എതിർത്ത് നിൽക്കാനും മാത്രമൊന്നും ഒരു വലിയ വളർച്ച എനിക്കുണ്ടായിട്ടില്ല. സിത്താരയെ പോലെ ഇത്രയും വലിയ എൻറ്റിറ്റിക്ക് മുമ്പിൽ ഞാൻ എത്രയോ ചെറുതാണ് എന്നൊക്കെ പറഞ്ഞ് സിത്താരനെ അങ്ങ് പൊക്കിയടിക്കുന്നുണ്ട്. ഈ സമയം സിത്താര പറയണേ, അല്ല എനിക്ക് അവധിക്കോട് സംസാരിക്കുന്നതിലോ മീറ്റ് ചെയ്യുന്നതിലോ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ മീറ്റ് ചെയ്താലോ? അയ്യോ നാളെയോ? നാളെ ഞാൻ എൻ്റെ മോളുടെ ഒപ്പം ദൂരെയുള്ളൊരു ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
ഒരു 5 ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. അങ്ങനെയാണോ? അത് നല്ല കാര്യമാണല്ലോ. നമ്മൾ പരിചയപ്പെടാൻ ആലോചിച്ചപ്പോൾ തന്നെ ദൈവകാര്യമുള്ള മുമ്പിൽ വന്നത്. ഒരു കാര്യം ചെയ്യ്, ആ ക്ഷേത്രത്തിലേക്ക് ഞാനും വരാം. നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാമല്ലോ. അയ്യോ അവന്തിക, ഞാനേ കാടിൻ്റെ ഉള്ളിൽ ദൂരെ ഒരു പഴയൊരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അങ്ങോട്ടൊക്കെ വരുന്നത് അവന്തിക്ക് ബുദ്ധിമുട്ടാവില്ലേ? നമുക്ക് തിരിച്ചു വന്നിട്ട് മീറ്റ് ചെയ്യാം. ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്നേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. സിത്താര എന്താണെങ്കിലും ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്തേക്ക്. നമുക്ക് അവിടെ വെച്ച് തന്നെ മീറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം സിത്താരയ്ക്ക് എന്തോ ചില ഡൗട്ടുകളൊക്കെ തോന്നുന്നുണ്ട്. അന്നേരം അവന്തിക മൂർത്തിയോട് പറയണേ, അതെ നാളെ വേഗം തന്നെ റെഡിയാകണം. ഏതോ ഒരു പട്ടിക്കാട്ടിലുള്ള ക്ഷേത്രത്തിലേക്ക് പോകണം. എന്താണെങ്കിലും അവിടെ ചെന്ന് സിത്താരയെ കയ്യിലെടുത്ത് ഞാൻ എനിക്ക് ആവശ്യമുള്ള കാര്യം നേടിയെടുത്തിരിക്കും. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗോകുലിനെയും അർച്ചനേനെയുമാണ് കേട്ടോ. ഈ സമയത്തെല്ലാം അർച്ചനയുടെ ഉള്ളിലെ സച്ചിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമോ. ഗോകുലാണെങ്കിൽ അർച്ചനോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അർച്ചനയുടെ മനസ്സിൽ മുഴുവൻ സച്ചിനെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. എന്നെ കണ്ട സ്ഥിതിക്ക് സച്ചിയേട്ടൻ ഇനി അടങ്ങിയിരിക്കില്ല. എന്നെ അന്വേഷിച്ചു വരും, എൻ്റെ പിന്നാലെ തന്നെ വരും. ഈ സമയം ഗോകുൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അർച്ചന ഒന്നും മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ ഗോകുൽ ചോദിക്കണേ, ഇത് ശരിയല്ല കേട്ടോ സമൃദ്ധ, ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, തനിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ? ഞാൻ ഗോകുൽ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. എനിക്കറിയാം സമൃദ്ധ തൻ്റെ മനസ്സിൽ എന്താണെന്ന്. സച്ചിനെക്കുറിച്ചല്ല ആലോചിക്കുന്നത്. എടോ അതങ്ങ് വിട്ടേക്ക്. മനസ്സിൻ്റെ സമനില നഷ്ടപ്പെട്ട രീതിയിൽ അയാളിപ്പോൾ പെരുമാറുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അയാളുടെ സഹതാപം മാത്രമേ ഉള്ളൂ. ഈ സമയം അർച്ചന മനസ്സിൽ പറയണേ, സത്യം പറഞ്ഞാൽ എനിക്ക് ഗോകുലിനോടാ സഹതാപം തോന്നുന്നത്. ഒന്നും അറിയാതെയാ ഗോകുൽ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ സച്ചിനോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടോയെന്ന് പറഞ്ഞാൽ അത് ഗോകുലിന് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. ഗോകുൽ വലിയൊരു തകർച്ചയിലേക്ക് തന്നെ പോകും. അതിൽ നിന്നും ഗോകുലിനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ ഗോകുലിനെ പറഞ്ഞ് മനസ്സിലാക്കണം. സച്ചിയേട്ടനിൽ നിന്നും ഞാൻ ജീവനോടുള്ള വിവരം അമ്മയും വീട്ടുകാരൊക്കെ അറിഞ്ഞാൽ അവരെല്ലാവരും കൂടി വരും. അങ്ങനെ അവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഈ അഭിനയം തുടരാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗോകുലിനെ സത്യങ്ങൾ അറിയിച്ച് എനിക്ക് എൻ്റെ മോളുമായിട്ട് സച്ചിയേട്ടൻ്റെ അരികിലേക്ക് പോകണം. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന അർച്ചനേനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്